ഹലോ ഓൾ, വെൽക്കം ടു വൺസ്. S4 സെമസ്റ്റർ 4ന്റെ ഗ്രാഫ് തിയറി, അതായത് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഗ്രാഫ് എന്ന് പറയുന്ന സെക്ഷൻ എങ്ങനെയാണ്. നിങ്ങൾ സെമസ്റ്റർ 4ലെ ഗ്രാഫ് തിയറി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് ആദ്യമായി കേൾക്കുന്നതാണ്. എന്താണ് ഗ്രാഫ്? കമ്പ്യൂട്ടർ സയൻസുകാർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, രണ്ട് വേർട്ടീസസ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഗ്രാഫ് വരയ്ക്കണം. നമ്മൾ യൂഷ്വലി കാണുന്ന ഗ്രാഫ് എങ്ങനെയാ? യൂഷ്വലി കാണുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും എല്ലാം വരച്ചിട്ടുള്ള ഗ്രാഫാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഗ്രാഫിന്റെ ബേസിക് ഡെഫിനിഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് ഡെഫിനിഷൻ ഇത്രേ പറയുന്നുള്ളൂ. ഒരു ഗ്രാഫ് എങ്ങനെ വരണം, എന്താണ് ഗ്രാഫിന്റെ സ്ട്രക്ചർ, ഗ്രാഫ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നത്. ഗ്രാഫ് G ഈസ് ഈക്വൽ ടു ഇറ്റ്സ് വെർട്ടെക്സ് സെറ്റ് ആൻഡ് എഡ്ജ് സെറ്റ്. അതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് G ഈസ് ഈക്വൽ ടു VE എന്ന് പറഞ്ഞുകൊണ്ട്. എഡ്ജ് സെറ്റും വെർട്ടെക്സ് സെറ്റും, വെർട്ടെക്സ് സെറ്റിന് V എന്നും എഡ്ജ് സെറ്റിന് E എന്നും പറഞ്ഞാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. വെർട്ടെക്സ് സെറ്റ് എം ടി ആവാൻ പാടില്ല, എഡ്ജ് സെറ്റ് പോസിബിളി ആൻ എം ടി സെറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രാഫിന്റെ കണ്ടീഷൻ. വിത്ത് ദ കണ്ടീഷൻ ദാറ്റ് രണ്ട് വേർട്ടീസസ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരു എഡ്ജ് ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. ആൻഡ് ദാറ്റ് റിലേഷൻ ഇസ് കോൾഡ് ഇൻസിഡൻസ് റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ നല്ല ഭംഗിയുള്ള വേർട്ടീസസുകളും എഡ്ജസുകളും ചേർത്തിട്ട് നല്ല ഭംഗിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്കൂ, വേർട്ടീസസുകളെ നമ്മൾ V1 V2 V3 V4 V5 എന്ന് പറഞ്ഞ് 5 വേർട്ടീസസുകളുള്ള ഒരു സെറ്റ് അല്ലേ. അതേപോലെ എഡ്ജസ് നോക്കൂ. എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഡോട്ടഡ് അല്ലാതെ നമ്മൾ വരച്ചിരിക്കുന്ന ലൈനെയാണ് നമ്മൾ എഡ്ജസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ E1 E2 then E3 E4 and E5 E6 E7 E8 അങ്ങനെ 8 എഡ്ജും 5 വെർട്ടെക്സും 8 എഡ്ജുമുള്ള ഒരു ഗ്രാഫാണ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെയുള്ള വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, ഗ്രാഫ് എങ്ങനെയായിരിക്കണം, ഗ്രാഫിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്ത സെഷനിലേക്ക് മൂവ് ചെയ്യുന്നത് സെൽഫ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തുടങ്ങിക്കൊണ്ടാണ്. വാട്ട് ഈസ് സെൽഫ് ലൂപ്പ്? ലൂപ്പ് കേട്ടിട്ടുണ്ട്. നമ്മൾ എത്ര കറങ്ങിയാലും അവിടെ തന്നെ തിരിച്ചെത്തും അല്ലെ, അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അത് തന്നെയാണ് പറയുന്നത്. An edge having the same vertex as its end vertices is called a self loop or loop. അതായത് നോക്കൂ, A എന്ന് പറയുന്ന ഈ വെർട്ടെക്സിന്റെ A എന്ന് പറയുന്ന ഈ വെർട്ടെക്സിന്റെ എഡ്ജാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. A എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് തുടങ്ങി A എന്ന് പറയുന്ന അതേ വെർട്ടെക്സിൽ തന്നെ എത്തുന്ന ഒരു എഡ്ജാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ആ എഡ്ജിനെ നമ്മൾ E1 എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, അപ്പോ E1 എന്ന് പറയുന്ന എഡ്ജ് അതിന്റെ ആ വെർട്ടെക്സിന്റെ രണ്ട് എൻഡ് വെർട്ടീസസുകളും A തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് E1 ഇസ് എ സെൽഫ് ലൂപ്പ്. E1 ആരായി മാറി? സെൽഫ് ലൂപ്പായി മാറി. ഓക്കെ, അപ്പോൾ സെൽഫ് ലൂപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയി. നെക്സ്റ്റ് പാരലൽ എഡ്ജ്. വാട്ട് ഇസ് പാരലൽ എഡ്ജ്? സെൽഫ് ലൂപ്പ് കഴിഞ്ഞു, പാരലൽ എഡ്ജിലേക്ക് മൂവ് ചെയ്യാണ്. പാരലൽ എഡ്ജ് ഓർ മൾട്ടിപ്പിൾ എഡ്ജസ് ആർ two or more distinct edges that connect the exact same pair of vertices. അതായത് ബിയും സിയും രണ്ട് വേർട്ടീസസുകളാണ്. അവരെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് രണ്ട് എഡ്ജുകൾ വന്നിട്ടുണ്ട്. ഒന്ന് E4ഉം മറ്റത് E5ഉം. E4നെയും E5ന്റെയും രണ്ട് എൻഡ് വേർട്ടീസസുകളും സെയിം ആണ്, ബിയും സിയും ആണ്. അതായത് the pair of edges E4 and E5 have the same pair of end vertices B and C. So we can say that E4 and E5 are in particularly the parallel edges. Okay. Next is we are going to move on to another topic that is called a symbol graph. വളരെ സിമ്പിളാ അല്ലെ, അത് തന്നെ കോൺസെപ്റ്റ്. സിമ്പിൾ ഗ്രാഫ് മീൻസ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഹാവിംഗ് നോ സെൽഫ് ലൂപ്സ് ആൻഡ് പാരലൽ എഡ്ജസ്. ഓക്കെ, പാരലൽ എഡ്ജ് ഉണ്ടാവാൻ പാടില്ല, നോ സെൽഫ് ലൂപ്സ് ഓർ പാരലൽ എഡ്ജ്. പാരലൽ എഡ്ജ് ഉണ്ടാവാൻ പാടില്ല, സെൽഫ് ലൂപ്പ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഗ്രാഫുകളെയാണ് നമ്മൾ നോക്കുന്നത് സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് നോക്കാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് V1 V2 V3 V4 എന്ന് പറഞ്ഞ് 4 വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിൻ്റെ അകത്ത് എത്ര എഡ്ജ് ഉണ്ടെന്ന് കൂടി നമുക്കൊന്ന് കൗണ്ട് ചെയ്തേക്കാം. E1 E2 E3 E4 E5
ആൻഡ് E6 അങ്ങനെ 6 എഡ്ജുള്ള ഗ്രാഫും കൂടിയാണ് അല്ലെ. അപ്പോ ഇതിന്റെ വെർട്ടെക്സ് സെറ്റിനെ നമ്മൾ V(G) എന്ന് നമ്മൾ വിളിക്കും. വേർട്ടീസസിനെ നമ്മൾ V1, V2, V3, V4 അങ്ങനെ 4 വെർട്ടെക്സുകൾ എഴുതി. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ എഡ്ജിനെ E(G) എന്ന് വിളിക്കും. E(G) is equal to E1, E2, E3, E4, E5, E6 എന്ന് നമ്മൾ വിളിച്ചു. ഇനി നമ്മളൊരു കാര്യം കൂടി പുതിയതായിട്ട് ഇതിന്റെ കൂടെ ചേർത്ത് പറയുവാണ്. വാട്ട് ഈസ് ഓർഡർ ആൻഡ് സൈസ് ഓഫ് എ ഗ്രാഫ്? ഓർഡർ ഇസ് നത്തിങ് ബട്ട് ദ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ദ ഗ്രാഫ്, അതായത് കാർഡിനാലിറ്റി ഓഫ് ദ വെർട്ടെക്സ് സെറ്റ്. ഓർഡർ എന്താണ്? ഓർഡർ ഓഫ് എ ഗ്രാഫ് ഇസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ദ വെർട്ടെക്സ് സെറ്റ് ഓഫ് G. ഓക്കെ. വാട്ട് ഇസ് സൈസ്? സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസിനെ വിളിക്കുന്ന പേരാണ് സൈസ്. SIZE ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എഡ്ജ് സെറ്റ് ഓഫ് G. ഈ തന്നിരിക്കുന്ന ഗ്രാഫില് 4 ഓർഡർ, സൈസ് 6 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ബേസിക്കലി ദേ ആർ കൗണ്ടിങ്. കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഇൻസിഡൻസ് ആൻഡ് ഡിഗ്രി. ഓക്കെ. അപ്പൊ ഞാൻ പറയുകയാണ് ഇൻസിഡൻസ്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when a vertex VI is the end vertex of an edge EJ, we say that VI, VJ are incident. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്ന ഗ്രാഫിന്റെ അകത്ത് E1 എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ എഡ്ജിന്റെ എൻഡ് വേർട്ടീസസുകളാണ് V1 ഉം V2 അല്ലെ. അപ്പോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? E1 is incident to V1 and V2 respectively. അതായത് V1ലേക്കും V2ലേക്കും വന്നു ചേർന്നിരിക്കുന്ന എഡ്ജ് ആണ് ആര്? E1. അതാണ് പറഞ്ഞു വന്നിരിക്കുന്നത് ഇൻസിഡന്റ്. ഓക്കെ. നെക്സ്റ്റ് എന്താ? E2. E2 ആരാണ്? V2നെയും V3നെയും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു എഡ്ജ് ആണ്. അതാണ് E2 എന്ന് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് E3 ആരാണ് നോക്കൂ? E3 V3നെയും V4നെയും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു എഡ്ജ്. അപ്പൊ ഈ ജോയിൻ ചെയ്യിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു തന്ന കോൺസെപ്റ്റ് ആണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നതാണ്. ഡിഗ്രി ഈസ് കോൾഡ് ദ നമ്പർ ഓഫ് എഡ്ജസ് incident on a vertex is called the degree and is denoted by D of VI or D or degree. Okay, we can also represent like this DEG of VI. Okay, or DEGG of VI. ഗ്രാഫ് ജിയുടെ വെർട്ടെക്സ് VIയില് അതിന്റെ ഡിഗ്രി എന്താണ്? ഓക്കെ. അപ്പൊ നമുക്ക് അതിനെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണിക്കാം. ദാ ഇവിടെ പറഞ്ഞിരിക്കുന്ന കേസിൽ നമുക്ക് നോക്കാം. ഓരോ വേർട്ടീസസിന്റെയും ഡിഗ്രി നമുക്കൊന്ന് എടുത്ത് എഴുതി നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. അത് വെർട്ടെക്സിന്റെ മുകളിൽ തന്നെ നമുക്ക് അതിന്റെ ഡിഗ്രി എഴുതി പോവാൻ നോക്കാം. നോക്കൂ, എത്രയാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. അതിനു മുമ്പ് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ലൂപ്പിന്റെ ഡിഗ്രി. ഡിഗ്രി ഓഫ് എ ലൂപ്പ്. ഡിഗ്രി ഓഫ് എ ലൂപ്പ് വിച്ച് ഇസ് 2. ലൂപ്പിന്റെ ഡിഗ്രി എത്രയാന്ന് പറഞ്ഞാൽ 2 എന്നാണ് നമുക്ക് പറയുന്നത്. അപ്പൊ ലൂപ്പ് ആരാ? E3 എന്ന് പറയുന്ന അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഒരു പ്രശ്നമില്ല നമുക്ക് ഇവിടെ. ലൂപ്പിന്റെ മാത്രം ഡിഗ്രി 2 ആണ്. ഓക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഡിഗ്രി ഓഫ് എയില് എത്ര എഡ്ജ് വരുന്നുണ്ട്? ഒരേ ഒരെണ്ണം. അപ്പൊ 1. ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് ബി എന്താ വരിക? എത്ര എഡ്ജ് വരുന്നുണ്ട്? 1, 2, 3, 4, 5. അപ്പൊ 5 ആണ്. ഓക്കെ. ഇനി ഇ എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി നോക്കാം. ഡിഗ്രി ഓഫ് ഇ എത്രയാ? എത്ര എഡ്ജ് വരുന്നുണ്ട്? 1, 2, 3. അപ്പൊ 3. ഓക്കെ. ഇനി ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് ഡി. ഡി എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി എന്താ നോക്കാം. 1, 2, 3 അല്ലെ. അപ്പൊ 3 എണ്ണം. ഇനി ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് സി. സിയുടെ ഡിഗ്രി എന്താ നോക്കാം. 1, 2. ലൂപ്പില്ലേ? ലൂപ്പിന്റെ ഡിഗ്രി എത്രയാ? 2. അപ്പൊ 2 + 2 4. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കേ, ഓരോ വേർട്ടീസസിന്റെയും ഡിഗ്രി നമ്മൾ പറഞ്ഞു. എന്താണ് ഇൻസിഡൻസ് നമ്മൾ പറഞ്ഞല്ലോ. E1 ആരെയൊക്കെ ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്? എയിലും ബിയിലും കൂടി അല്ലെ. അതേപോലെ E8 എന്ന് പറഞ്ഞാൽ എവിടേക്ക് വരുന്നത്? ബിനെയും ഇനെയും. E7 എവിടെ വരുന്നത്? ബിനെയും ഇനെയും. ഇവിടെ പാരലൽ എഡ്ജ് ഉണ്ട്. കാരണം നോക്കി, ബിനെയും ഇനെയും കണക്ട് ചെയ്യാനായിട്ട് 2 എഡ്ജുകൾ ഉപയോഗിക്കുന്നുണ്ട്. E8ഉം E7ഉം. E8ഉം E7ഉം പാരലൽ എഡ്ജ് ആണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ് പെൻഡന്റ് വെർട്ടെക്സ്, എന്താണ് ഐസൊലേറ്റഡ് വെർട്ടെക്സ്.
ഒറ്റക്ക് നിൽക്കുന്ന ആളെ വിളിക്കുന്ന പേരാണെന്ത്? ഐസൊലേറ്റഡ് വെർട്ടെക്സ്. ഡിഗ്രി 1 ആയിട്ട് വരുന്ന വെർട്ടെക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? പെൻഡന്റ് വെർട്ടെക്സ്. എന്താ പറഞ്ഞത്? ഒറ്റയ്ക്ക് നിൽക്കുക. അതായത് ഇവിടെ V6 എന്ന് പറയുന്ന ആ വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ്. അവരുമായിട്ട് യാതൊരു ആളുകളായിട്ട് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് V6 എന്ന് പറയുന്ന ഈ വെർട്ടെക്സിന്റെ എന്ത് വിളിക്കാം? ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് വിളിക്കാം. ഇനി ഡിഗ്രി 1 ആയിട്ട് വരുന്ന വെർട്ടെക്സ് ആരാണോ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെൻഡന്റ് വെർട്ടെക്സ്. പെൻഡന്റ് അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്നത്, അതുപോലെ തന്നെ പെൻഡന്റ് വെർട്ടെക്സ് നമ്മൾ വിളിക്കുക. ഇപ്പൊ ഇവിടുത്തെ കേസിൽ V5 എന്ന് പറയുന്ന ഈ വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് which is 1. So we can say that this vertex is a pendant vertex. So in this graph G, V5 is a pendant vertex, V6 is a isolated vertex. Okay, so that is basically the thing. Next is we are moving to the condition that null graph. Null graph എന്ന് പറഞ്ഞാൽ അതായത് ഇത്രയേ ഉള്ളൂ, എഡ്ജ് സെറ്റ് എംപ്റ്റി ആയിരിക്കും, വേർട്ടീസസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രാഫ് ഉണ്ടാവണമെങ്കിൽ ഗ്രാഫിന്റെ ബേസിക് സ്കെലറ്റൻ എന്താണെന്ന് അറിയണം. സ്കെലറ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫിന്റെ വേർട്ടസ് സെറ്റാണ് ഗ്രാഫിന് ഭംഗി നൽകുന്നത് അല്ലെങ്കിൽ ആകൃതി നൽകുന്നത്. എപ്പോഴും നമുക്കറിയാം 4 വേർട്ടീസസ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 4 കുത്ത് അല്ലെ, ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ആ ഒരു രീതിയിലേക്ക് നമ്മൾ അങ്ങനെ പ്ലോട്ട് ചെയ്യും. ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ മാറ്റി പ്ലോട്ട് ചെയ്യുന്നില്ല? സ്കാറ്റർ ചെയ്ത് പ്ലോട്ട് ചെയ്യുന്നില്ല? അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാറ്റി മറിച്ചൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നില്ല? അങ്ങനെ ചിന്തിച്ചൂടെ? എങ്ങനെ വേണമെങ്കിലും ഗ്രാഫിനെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ദ യൂണിവേഴ്സൽ ഫ്രീഡം. ഞാൻ 4 വെർട്ടെക്സിനെ എവിടെയെങ്കിലും പ്ലോട്ട് ചെയ്താൽ, ഇവിടെ ഒരെണ്ണം പ്ലോട്ട് ചെയ്ത് V1 എന്ന് പറഞ്ഞ്, ഇവിടെ ഒരെണ്ണം പ്ലോട്ട് ചെയ്ത് V2 എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നി ഇവിടെ ഒരെണ്ണം പ്ലോട്ട് ചെയ്യുക V3 എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഞാൻ V4 പ്ലോട്ട് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ നമുക്ക് പണ്ട് മുതലേ നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 4 വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ റെക്ടാങ്കുലർ ഷേപ്പ്, 3 വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ട്രയാങ്കുലർ ഷേപ്പ് അല്ലേ? ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ ഓർമ്മ വരിക? സർക്കിൾ അല്ലെ? അതുപോലെ തന്നെ ഒരു ഗ്രാഫ് ഉണ്ട്, സൈക്കിള്. അത് നിങ്ങൾ ഭാവിയിൽ പഠിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഗ്രാഫ് എന്താണ്, ഗ്രാഫിന്റെ സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണ് ഡിഗ്രി വരുന്നത്, എന്താണ് ഇൻസിഡൻസ് റിലേഷൻ വരുന്നത്, അതേപോലെ തന്നെ ഒരു ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്താണ്, ഒരു പെൻഡന്റ് വെർട്ടെക്സ് എന്താണ്, അതിനുശേഷം അതിന്റെ ഡിഗ്രീസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. പാരലൽ എഡ്ജ് എന്താന്ന് പറഞ്ഞു, ലൂപ്പ് എന്താന്ന് പറഞ്ഞു, ലൂപ്പിന്റെ ഡിഗ്രി എന്താന്ന് പറഞ്ഞു, ഒരു സിമ്പിൾ ഗ്രാഫ് എന്താന്ന് പറഞ്ഞു. സിമ്പിൾ ഗ്രാഫ് എന്തായിരുന്നു? ഇറ്റ് ഇസ് എ ഗ്രാഫ് വിത്തൗട്ട് ലൂപ്പ് ആൻഡ് പാരലൽ എഡ്ജ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നൽ ഗ്രാഫിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഗ്രാഫിന്റെ അകത്ത് ഒരൊറ്റ കാര്യത്രയേ ഉള്ളൂ, വേർട്ടീസസ് മാത്രമേ എഡ്ജ് ഉണ്ടാവുള്ളൂ, എഡ്ജുകൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഗ്രാഫിനെ വിളിക്കുന്ന പേരാണെന്ത്? നൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ സെഷൻ അവസാനിക്കുകയാണ്. സോ താങ്ക് യു. So we will discuss the further topics in the next class. Thank you so much.